10th ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ബേസിക് ആയിട്ടുള്ള ട്രയാങ്കിൾസിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമിലർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സിമിലർ എന്താണ്, കോൺഗ്രുവന്റ് എന്താണ്, അതാണ് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പഠിച്ചു, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പഠിച്ചതാണ് കോൺഗ്രുവന്റ് എന്താണ്, ഇല്ലേ, കോൺഗ്രുവന്റ് ഫിഗേഴ്സ്, സിമിലർ. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമിലർ. നമുക്കറിയാം കോൺഗ്രുവന്റ് ഫിഗേഴ്സ് എന്ന് വെച്ചാൽ രണ്ട് ഫിഗേഴ്സ് തന്നാൽ അവ കോൺഗ്രുവന്റ് ആണെന്ന് നമ്മൾ എപ്പോഴാണ് പറയുന്നത്? അതിന് സെയിം സൈസ് ഉണ്ടായിരിക്കണം, സെയിം ഷേപ്പ് ഉണ്ടായിരിക്കണം, അല്ലേ? ഇവിടെ നമ്മൾ രണ്ട് സർക്കിൾ ആണ് കൺസിഡർ ചെയ്തെന്നിരിക്കട്ടെ. ഇവിടെ ഈ രണ്ട് സർക്കിളിന്റെ സൈസും സെയിം ആയിരിക്കണം, ഷേപ്പും സെയിം ആയിരിക്കണം, അല്ലേ? ഈ രണ്ട് സർക്കിളിന്റെയും സൈസ്, വലിപ്പം സെയിം ആയിരിക്കണം. ഇപ്പൊ 2 സെന്റിമീറ്റർ ആണ് റേഡിയസ് എങ്കിൽ ഇത് 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ആയിരിക്കണം. ഷേപ്പ് സെയിം ആണ്, അല്ലേ? അപ്പൊ കോൺഗ്രുവന്റ് ഫിഗേഴ്സ് എന്ന് വെച്ചാൽ സെയിം സൈസ് ഉണ്ടായിരിക്കണം, സെയിം ഷേപ്പ് ഉണ്ടായിരിക്കണം. അത്തരം ഫിഗേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? കോൺഗ്രുവന്റ് ഫിഗേഴ്സ് എന്ന് വിളിച്ചത്. നമ്മൾ അവിടെ കോൺഗ്രുവന്റ്, കഴിഞ്ഞ വർഷം നമ്മൾ കോൺഗ്രുവന്റ് ട്രയാങ്കിൾസ് എന്താണെന്ന് പഠിച്ചതാണ്, അല്ലേ? അപ്പൊ ഈ കോൺഗ്രുവന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പൽ ഇതാണ്, അല്ലേ? സെയിം സൈസ് ആൻഡ് സെയിം ഷേപ്പ്. അതിനാണ് ഈ സിമ്പലിന്റെ മീനിങ്. ഇവിടെ നമ്മൾ സിമിലർ ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് സിമിലർ ഫിഗേഴ്സ്? രണ്ട് ഫിഗേഴ്സ് ഷേപ്പ് സെയിം ആയിരിക്കണം, എന്നാൽ സൈസ് ഡിഫറെന്റ് ആണ്, അല്ലേ? സെയിം ഷേപ്പ് ആണ്, രണ്ടും സർക്കിൾ ആണ്, സെയിം ഷേപ്പ് ആണ്, എന്നാൽ ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഒന്നൊരു ചെറിയ സർക്കിളും ഒന്നൊരു വലിയ സർക്കിളുമാണ്. രണ്ടിന്റെയും സൈസ് വ്യത്യാസമുണ്ട്. അങ്ങനെ ഏത് ഫിഗേഴ്സ് എടുത്താലും നമുക്ക് പറയാം സെയിം ഷേപ്പ് വരികയാണെങ്കിൽ അത്തരം ഫിഗേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സിമിലർ ഫിഗേഴ്സ് എന്ന് വിളിക്കുന്നത്. സെയിം സൈസും സെയിം ഷേപ്പും വരികയാണെങ്കിൽ അത്തരം ഫിഗേഴ്സിനെയാണ് നമ്മൾ കോൺഗ്രുവന്റ് ഫിഗേഴ്സ് എന്ന് വിളിക്കുന്നത്. സിമിലാരിറ്റിയെ സൂചിപ്പിക്കാൻ നമ്മൾ ഈ ഒരു സിംബലും മാത്രം, ഇതെന്ന് വെച്ചാൽ ഷേപ്പ്, ഇത് സൈസും ഷേപ്പും കൂടെ ചേർന്നാണ് ഇത് ഷേപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് ഈ സിംബലാണ് നമ്മളിവിടെ സിമിലറിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. എല്ലാ കോൺഗ്രുവന്റ് ഫിഗേഴ്സും സിമിലർ ആയിരിക്കും, അല്ലെ? എല്ലാ കോൺഗ്രുവന്റ് ഫിഗേഴ്സും സിമിലർ ആയിരിക്കും. എന്നാൽ തിരിച്ച് എല്ലാ സിമിലർ ഫിഗേഴ്സും കോൺഗ്രുവന്റ് ആയിരിക്കില്ല. കാരണം സിമിലർ ഫിഗേഴ്സ് എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്, അതിന്റെ ഷേപ്പ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. കോൺഗ്രുവന്റ് ആണെങ്കിൽ ഷേപ്പും വേണം, സൈസും വേണം. അതുകൊണ്ട് എല്ലാ കോൺഗ്രുവന്റ് ഫിഗറും സിമിലർ ആയിരിക്കും, എന്നാൽ സിമിലർ ഫിഗേഴ്സ് കോൺഗ്രുവന്റ് ആകണമെന്നില്ല. മനസ്സിലായല്ലോ? അതാണ് പറയുന്നത്. അതിന്റെ ഫസ്റ്റ് എക്സസൈസ് എന്താണെന്ന് നോക്കാം. എക്സസൈസ് ഫസ്റ്റിലെ 6.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് വൺ, fill in the blanks. All circles are dash congruent or similar. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എല്ലാ സർക്കിൾസും കോൺഗ്രുവന്റ് ആണോ സിമിലർ ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം എല്ലാ സർക്കിളിന്റെയും ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ട് ഷേപ്പ് ആണ്, അല്ലേ? സെയിം ഷേപ്പ് ആണ്, ബട്ട് ഡിഫറെന്റ് റേഡിയൈ. അതായത് ഓരോ സർക്കിളിനും ഡിഫറെന്റ് റേഡിയൈ ആണ്, അല്ലേ? പല റേഡിയസിലാണ് നമ്മൾ സർക്കിൾ വരയ്ക്കുന്നത്. അപ്പൊ ചിലപ്പം ചില സർക്കിൾസ്, രണ്ട് പെയർ ഓഫ് സർക്കിൾസ് ഈക്വൽ റേഡിയസ് ആകാം. അത്തരം കേസിൽ അത് നമുക്ക് എന്തെന്ന് പറയാം? ഈ മെഷേഴ്സ്, അതായത് അതിന്റെ സൈസും ഷേപ്പും ഈക്വൽ ആയിട്ട് തരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതൊരു കോൺഗ്രുവന്റ് ആണ്. എന്നാൽ എല്ലാ സർക്കിളും കോൺഗ്രുവന്റ് ആണോ സിമിലർ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ അതിന്റെ ആൻസർ എന്താണ് പറയാൻ പോകുന്നത്? സിമിലർ എന്നാണ് പറയുന്നത്. കാരണം നമുക്കറിയാം ഒരു സർക്കിൾ വരയ്ക്കണമെങ്കിൽ റേഡിയസ് വേണം. അപ്പോൾ എല്ലാ സർക്കിളും റൗണ്ട് ഷേപ്പ് ആണ്, എന്നാൽ ബട്ട് ഡിഫറെന്റ് റേഡിയസ് ആയിരിക്കും. അതുകൊണ്ട് അതിന്റെ ഷേപ്പ് മാത്രമേ ഈക്വൽ ആയിട്ട് വരുന്നുള്ളൂ, സൈസ് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓൾ സർക്കിൾസ് ആർ സിമിലർ എന്ന് പറയാം. Then second question, all squares are dash similar or congruent. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇവിടെ സ്ക്വയറിന്റെ കാര്യമാണ് പറഞ്ഞത്. നമുക്കറിയാം സെയിം സ്ക്വയർ, ഡിഫറെന്റ് സൈസ് സ്ക്വയേഴ്സ് ഉണ്ട്, അല്ലേ? ഒരു പല ടൈപ്പില് സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പം നമുക്കറിയാം ഷേപ്പ് സെയിം ആണ്,
സ്ക്വയറിന്റെ ഷേപ്പ് സെയിം ആയിട്ട് വരും. എന്നാൽ സൈസോ ഡിഫറെന്റ് സൈസിലെ സ്ക്വയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഒരിക്കലും അത് കോൺഗ്രുവന്റ് അല്ല. അങ്ങനെ വരുന്ന പെയർ ഓഫ് സ്ക്വയേഴ്സ് ഉണ്ടായിരിക്കാം, സെയിം സൈസും ഷേപ്പും വരുന്ന സ്ക്വയേഴ്സ് ഉണ്ടായിരിക്കാം. എന്നാൽ കോമൺ ആയിട്ട് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാനേ പറ്റൂ, സിമിലർ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ സൈഡിന്റെ മെഷേഴ്സ് നമ്മളോട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം ആ രണ്ട് സ്ക്വയേഴ്സ് എന്താണ്, കോൺഗ്രുവന്റ് ആണെന്ന്. ഇവിടെ നമുക്ക് സൈഡ് മെഷേഴ്സ് തന്നിട്ടില്ലാത്തതുകൊണ്ട് ജനറലായിട്ട് രണ്ട് സ്ക്വയേഴ്സ് സിമിലർ ആണോ കോൺഗ്രുവന്റ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് മാത്രമേ എഴുതാൻ പറ്റൂ, സിമിലർ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. സോ സിമിലർ, all squares are similar. Then third question, all dash triangles are similar. ഇവിടെ രണ്ട് ടൈപ്പ് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ഒന്നൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ്, മറ്റേത് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഏത് ടൈപ്പ് ട്രയാങ്കിൾ ആണ് സിമിലർ എന്ന് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം ഐസോസെലസ് ട്രയാങ്കിൾ സിമിലർ ആയിരിക്കില്ല. കാരണം ഡിഫറെന്റ് സൈസ് വരുന്ന, അതായത് സൈഡിന്റെ മെഷേഴ്സ് പല രീതിയിൽ വരാം. ഐസോസെലസ് ട്രയാങ്കിളിന്റെ സൈഡിന്റെ മെഷേഴ്സ് പല രീതിയിൽ വരാം, ഇല്ലേ? എന്നാൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആണ്. അപ്പോൾ അതിന്റെ ഷേപ്പ് എന്താണ്, സെയിം ആണ്. ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആണ്, ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് പറയാം അത് ഈക്വൽ ആണ്, ഈക്വൽ നല്ല സെയിം ഷേപ്പിലാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഓൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആർ സിമിലർ. എല്ലാ ഇക്വിലാറ്ററൽ ട്രയാങ്കിളും എന്താണെന്ന് പറയാം, സിമിലർ ആണെന്ന് പറയാം. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, ടു പോളിഗൺസ് ഓഫ് എ സെയിം നമ്പർ ഓഫ് സൈഡ്സ് ആർ സിമിലർ. അതായത് രണ്ട് പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സ് സിമിലർ ആണ് ഇഫ് ദർ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഡാഷ് ആൻഡ് കറസ്പോണ്ടിങ് സൈഡ്സ് ആർ ഡാഷ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇഫ് ദർ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ, അതായത് രണ്ട് പോളിഗണിന്റെ നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ദർ കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ എന്ന് പറയാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറയാം. ഫസ്റ്റ് ഡാഷിന്റെ അവിടെ നമുക്ക് എന്ത് വരും, ഈക്വൽ. ഫസ്റ്റ് ഡാഷിന്റെ അവിടെ ഈക്വൽ. സെക്കൻഡ് ഡാഷിന്റെ അവിടെ നമുക്ക് എന്ത് പറയാം, ആൻഡ് കറസ്പോണ്ടിങ് സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ. അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ എന്തായിരിക്കും, പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ഡാഷിന്റെ അവിടെ നമ്മൾ എന്ത് എഴുതും, പ്രൊപ്പോർഷണൽ. മനസ്സിലായല്ലോ?